കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചെന്ന പ്രസ്താവനയിൽ മലക്കം പറഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് അഭിമുഖത്തിൽ പറഞ്ഞത്. ലക്ഷ്യമിടുന്ന നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് 10,000 കോടിയെന്നും മുഖ്യമന്ത്രി പത്രക്കുറിപ്പിൽ പറയുന്നു. നൃപൻ വിവരങ്ങളുമായി ചേർന്നത്. നൃപൻ, ഈ കള്ളത്തിൽ വ്യക്തമായ നിലപാട് ടാറ്റ ഗ്രൂപ്പ് തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചതാണ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ മലക്കം മറിച്ചിൽ. അങ്ങനെയൊരു പദ്ധതി തുടങ്ങാൻ ഉത്തരവിട്ടിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെയൊരു പദ്ധതി തുടങ്ങാൻ അറിയിച്ചിട്ടില്ല എന്ന് ടാറ്റ ഗ്രൂപ്പ് നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിന്റെ വാർത്താക്കുറിപ്പടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മലക്കം മറച്ചിൽ. ആര്യ, കേരളത്തിൽ ഷിപ്പിംഗ് കമ്പനിക്ക് വേണ്ടി, ഷിപ്പിംഗ് നിർമ്മാണ കമ്പനിക്ക് വേണ്ടി 10,000 കോടി രൂപയുടെ ഈ നിക്ഷേപം ടാറ്റ കമ്പനി കേരളവുമായി കരാർ ഒപ്പിട്ടു എന്നും അതിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് സംസ്ഥാനം കടന്നിട്ടുണ്ട്. അങ്ങനെ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട് പോകാൻ പോവുകയാണ് എന്നതായിരുന്നു മുഖ്യമന്ത്രി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അത് വലിയ വിവാദമാവുകയും ഒപ്പം തന്നെ ടാറ്റ കമ്പനിയുടെ ഭാഗമായി അവർ ഒരു ദേശീയ ദിനപത്രത്തിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് തങ്ങളുടെ മുന്നിലില്ല എന്നും കേരളത്തിൽ മാത്രമല്ല ഒരിടത്തും അങ്ങനെ 10,000 കോടി രൂപയുടെ നിക്ഷേപം ടാറ്റ ചെയ്യുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് വലിയ തരത്തിൽ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് വ്യാജമായ വാഗ്ദാനമാണ് എന്നും വസ്തുതാ വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള വിമർശനം ഉയർന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പ്രസ്താവന വന്നിട്ടുള്ളത്. സാധാരണ പ്രസ്താവന മുഖ്യമന്ത്രി ഓഫീസിന്റെ പ്രസ്താവന എന്ന നിലയിലായിരിക്കും സാധാരണ വരിക. ഇപ്പോൾ ഈ വാർത്തയുടെ പ്രസ്താവനയിൽ തന്നെ ദുരൂഹതയുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് എന്ന തലവാചകം മാത്രമാണ് ഇതിന്റെ പ്രസ്താവനയിൽ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ടാറ്റ കമ്പനി 10,000 കോടി നിക്ഷേപം കേരളത്തിൽ വരുന്നുവെന്ന പ്രഖ്യാപനത്തിൽ അതിലല്ല അദ്ദേഹം വിശദീകരണം നൽകുന്നത്. അത് പൂർണ്ണമായി തള്ളുകയും ചെയ്യുന്നില്ല. പക്ഷേ മറിച്ച് ഒരു ഉരുണ്ടുകളിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. വിവിധ പദ്ധതികളിലൂടെ വിവിധ നിക്ഷേപകരിലൂടെ വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് 10,000 കോടിയോളം രൂപ നിക്ഷേപ സാധ്യത എന്ന പരാമർശത്തിലൂടെയാണ് താൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്പനി കേരളത്തിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കുന്നു എന്ന ഭാഗമല്ല താൻ പറഞ്ഞത് എന്ന തരത്തിലുള്ള ഒരു ഉരുണ്ടുകളിയാണ് മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നത്. കാരണം ഇത് വലിയ തരത്തിൽ വിവാദമാവുകയും ടാറ്റ കമ്പനി അങ്ങനെ ഒരു നിക്ഷേപം നടത്തുന്നില്ല എന്ന കാര്യം സ്റ്റേറ്റ്മെന്റിലൂടെ അവരുടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് എന്ന കാര്യം പുറത്തു വന്നു. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയിലായിരിക്കും അദ്ദേഹം പ്രസ്താവനയിലൂടെ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിലാണ് ഇങ്ങനെ 10,000 കോടിയുടെ നിക്ഷേപം എന്ന് പറയുന്നത് ആകെ വരുന്ന നിക്ഷേപത്തിന്റെ വ്യാപ്തി, ലക്ഷ്യമിടുന്ന വ്യാപ്തിയാണ് എന്നതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഒപ്പുവെച്ചു എന്നല്ല എന്ന വിശദീകരണം തരുന്നത്. ഒപ്പം തന്നെ മിഷൻ ശബ്ദയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാർ കാഴ്ചപ്പാടും നിക്ഷേപണാകർഷണ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പരാമർശിച്ചത്. അങ്ങനെ സമഗ്രമായി പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള ആകെ ലക്ഷ്യമിടുന്ന നിക്ഷേപമാണ് 10,000 കോടി എന്ന് പറയുന്നത്. അത് ടാറ്റ എന്ന കമ്പനി നിക്ഷേപം മുന്നോട്ട് വച്ചു എന്ന തരത്തിൽ പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലെ ഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്, വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കമ്പനി തന്നെ സമീപിച്ചിട്ടുണ്ട്, തങ്ങളെ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്, 10,000 കോടിയുടെ നിക്ഷേപമാണ് ഈ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി ടാറ്റ കമ്പനി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതാണ് വ്യക്തമായി അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ ടാറ്റ തന്നെ നിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിയുകയാണ്. നൃപനാണ് വിവരങ്ങൾ നൽകിയത്.